ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് സിവിൽ. ഇപ്പോൾ കുറച്ച് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ലാസ്റ്റ് പോർഷനാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു 300ഓളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഓവർസീസ് എക്സാംസിനൊക്കെ ആയാലും എക്സാംസിലൊക്കെ ആയാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പം ആനുവൽ കലണ്ടർ അനുസരിച്ച് PSCയുടെ ജൂൺ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയൊക്കെയാണ് മെയിൻ ഒത്തിരി വേക്കൻസീസൊക്കെ വരുന്ന എക്സാംസും. പിന്നെ ഒക്ടോബർ നവംബറിലൊക്കെ ചെറിയ ചെറിയ എക്സാംസും പ്രതീക്ഷിക്കാം. ആ ഒരു എക്സാംസിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും ഈ എല്ലാ എക്സാംസിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇമാജിനറി വെർട്ടിക്കൽ പ്ലെയിൻ ഓൺ വിച്ച് ദ പെർസ്പെക്റ്റീവ് വ്യൂ ഈസ് ഫോംഡ് ഈസ് പിക്ചർ പ്ലെയിൻ. നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ പെർസ്പെക്റ്റീവ് വ്യൂ ഫോം ചെയ്യുന്ന ആ ഒരു ഇമാജിനറി വെർട്ടിക്കൽ പ്ലെയിൻ അല്ലെങ്കിൽ സർഫസിനെയാണ് പിക്ചർ പ്ലെയിൻ എന്ന് പറയുന്നത്. എ ലൈൻ AB 100 mm long, its NA is in first quadrant and NB is in second quadrant. The line is perpendicular to the vertical plane. Front view of the line AB is a പോയിൻറ്റ്. അതായത് ഒരു AB 100 mm ലെങ്ത് ഉള്ള ഒരു ലൈൻ AB, അതിൻ്റെ NDA എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലായിരിക്കും, NDB സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കും. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു Y ആക്സിസ് എലിവേഷൻ ആ ഒരു പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന്. ഫ്രണ്ട് വ്യൂ ഓഫ് ദ ലൈൻ AB, അപ്പോൾ ആ ഒരു ലൈൻ ABയുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഒരു പോയിൻ്റ് ആയിരിക്കും. Solids having more than 3 flat surfaces called polyhedra. നമ്മൾ പോളിഗൺസ് അറിയാം, പോളിഹിഡ്രൻസിൻ്റെ പേരാണ് പോളിഹിഡ്രൻസ്. നമ്മൾ പോളിഗൺസ് 2Dയിൽ പറയുമ്പോൾ പോളിഗൺസും 3Dയിൽ പറയുന്നതാണ് പോളിഹിഡ്രൻസ് എന്ന് പറയുന്നത്. അപ്പം മോർ ദാൻ 3 ഫ്ലാറ്റ് സർഫസ് ഉള്ള സോളിഡ്സിനാണ് പോളിഹിഡ്ര എന്ന് പറയുന്നത്. ടു മേക്ക് ദ ഡ്രോയിങ് ഓഫ് ബിഗ് മെഷീൻസ് ആൻഡ് ബിൽഡിംഗ് റെഡ്യൂസ്ഡ് സ്കെയിൽസ് ആർ യൂസ്ഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വലിയ ഒബ്ജക്റ്റിൻ്റെ അല്ല വലിയൊരു ബിൽഡിങ്ങിൻ്റെ വലിയ മെഷീൻ്റെയൊക്കെ നമ്മൾ ഡ്രോയിങ് വരയ്ക്കാൻ നമ്മളത് അതിൻ്റെ സ്കെയിലിൻ്റെ പേരിൽ റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ റെഡ്യൂസ്ഡ് സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. Vernier scale is the scale constructed having n+1 of main scale division as the secondary scale is called retrograde or backward വരുന്നത്. അപ്പം നമ്മൾ വെർനിയർ സ്കെയിലിൽ നമ്മൾ n+1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഉണ്ട് എങ്കിൽ സെക്കൻഡറി സ്കെയിലിനേക്കാൾ, അതായത് സെക്കൻഡറി സ്കെയിൽ എന്ന് പറയുമ്പോൾ വെർനിയർ സ്കെയിലായിരിക്കും സെക്കൻഡറി സ്കെയിലായിട്ട് വരുന്നത്. അപ്പം വെർനിയർ സ്കെയിലിനേക്കാളും മെയിൻ സ്കെയിൽ ഡിവിഷൻ n+1 ഡിവിഷൻസ് ഉണ്ടോ എങ്കിൽ അങ്ങനത്തെ വെർനിയറിനെ പറയുന്നത് റെട്രോഗ്രേഡ് ഓർ ബാക്ക്വേർഡ് വെർനിയർ എന്ന് പറയുന്നത്. ദ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ സ്ക്വയർ ഈസ് റോംബസ്. ഒരു ഐസോമെട്രിക് പ്രൊജക്ഷൻ, സ്ക്വയറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് റോംബസ് ആയിരിക്കും. ഇൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ദ ലെഫ്റ്റ് സൈഡ് വ്യൂ ഓഫ് ദ ഒബ്ജക്റ്റ് മസ്റ്റ് ബി ഡ്രോൺ അറ്റ് ദ റൈറ്റ് സൈഡ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനുണ്ട്, തേർഡ് ആംഗിൾ പ്രൊജക്ഷനൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനിൽ ലെഫ്റ്റ് സൈഡ് വ്യൂ നമ്മൾ റൈറ്റ് സൈഡിലായിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. The drawing which is used for explaining working principle of any machine is known as schematic. നമ്മൾ ഏതെങ്കിലും ഒരു ഏത് മെഷീൻ്റെയും അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡ്രോയിങ്ങിനെയാണ് സ്കീമാറ്റിക് ഡ്രോയിങ് എന്ന് പറയുന്നത്. നമ്മൾ ലാബിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്കീമാറ്റിക് ഡ്രോയിങ്ങിനെ പറ്റി. അപ്പം എന്തെങ്കിലും മെഷീൻ്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡ്രോയിങ് എന്ന് പറയുന്നത് സ്കീമാറ്റിക് ഡ്രോയിങ് ആണ്. The view drawn to show the internal detail of an object is called sectional view. ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ഡ്രോയിങ്ങാണ് സെക്ഷണൽ വ്യൂ. നമ്മൾ സെക്ഷൻ വരച്ചാൽ മാത്രമല്ല അതിനകത്തുള്ള ഡെപ്തിലുള്ള ആ ഒരു ഇൻറ്റേർണൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. The layout of existing and proposed water supply, electricity drainage lines are given in service plan. അതായത് ഈ പ്രൊപ്പോസ്ഡ് വാട്ടർ സപ്ലൈയുടെയും ഇലക്ട്രിസിറ്റി ഡ്രൈനേജ് അതിൻ്റെയൊക്കെ ഒരു ലേഔട്ട് എന്ന് പറയുന്നത് അത് വരുമ്പോൾ സർവീസ് പ്ലാനാണ് വരയ്ക്കുന്നത്. പിരമിഡ്സ് ആൻഡ് പ്രിസംസ് ആർ നോൺ ബൈ ദെയർ ഷേപ്പ്. പിരമിഡ്സും പ്രിസംസും അതിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ് അതിനെ പറയുന്നത്. പിരമിഡാണോ പ്രിസമാണോ അതിൻ്റെ ഷേപ്പ് നോക്കിയാൽ പറയുന്നത്. അപ്പാരൻറ്റ് ഷേപ്പ് ഓഫ് ദ സെക്ഷൻ ഈസ് സ്മോളർ ദാൻ ദ ഷേപ്പ് ഓഫ് സെക്ഷൻ. ഒരു സെക്ഷൻ്റെ അപ്പാരൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഷേപ്പിൻ്റെ സ്മോളർ ആയിരിക്കും. അതായത് അപ്പാരൻറ്റ് സെക്ഷൻ ഓഫ് എ സെക്ഷൻ ഈസ് സ്മോളർ ദാൻ ദ ഷേപ്പ് ഓഫ് സെക്ഷൻ. ആ സെക്ഷൻ്റെ ഷേപ്പിനേക്കാളും സ്മോളർ ആയിരിക്കും അപ്പാരൻറ്റ് സെക്ഷൻ. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പാരൻറ്റ് ഷേപ്പ് ഓഫ് ദ സെക്ഷൻ ഈസ് സ്മോളർ ദാൻ ദ ഷേപ്പ് ഓഫ് സെക്ഷൻ. The short strip of T-square is called head or stalk. നമ്മൾ T-square ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് T-square എന്ന് പറയുന്നത് ഡ്രോയിങ്ങിൽ. അപ്പം അതിലെ ഷോർട്ട് സ്ട്രിപ്പിനെ ഹെഡ് ഓർ സ്റ്റോക്ക് എന്നാണ്, അതിൻ്റെ ലോങ് സ്ട്രിപ്പിനെ ബ്ലേഡ് എന്നാണ് പറയുന്നത്. T-squareൻ്റെ അതിൻ്റെ ഡെസിഗ്നേഷൻ്റെ സൈസും എല്ലാം ഈ വീഡിയോയിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ആണ് T-square എന്ന് പറയുന്നത്. The T-square with the working edge length of 1000 mm is designated as T1. അപ്പം വർക്കിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലേഡിൻ്റെ ആ ഒരു ഇതാണ് വരുന്നത്. ബ്ലേഡ് തിക്നെസ് ഒക്കെ ബ്ലേഡിൻ്റെ ലെങ്ത്താണ്
ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഈ ടി സ്ക്വയറിൽ. പിന്നെ വർക്കിംഗ് എഡ്ജിൻ്റെ ലെങ്ത് 1000 mm ആണ് എങ്കിൽ അതിനെ T1 എന്നാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഡ്രോയിങ് ബോർഡൊക്കെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടി സ്ക്വയറും T0, T1, T2, T3 അങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ T1ൻ്റെ ഡെസിഗ്നേഷൻ 1000 mm ആണ്. എ സോളിഡ് ഹാവിങ് 4 equal ട്രയാങ്കിൾ ഫേസസ് ഈസ് കോൾഡ് ടെട്രാഹെഡ്രൺ. ഒരു സോളിഡ് 4 ഈക്വൽ ട്രയാങ്കിൾ ഉള്ള ഫേസസ് ഉള്ള ഒരു സോളിഡിനെ പറയുന്നതാണ് ടെട്രാഹെഡ്രൺ. ടെട്ര എന്ന് പറഞ്ഞാൽ 4 ആണ്. ടെട്രാഹെഡ്രൺ 4 ഈക്വൽ ട്രയാങ്കിൾ ഫേസസ് ആണ് ടെട്രാഹെഡ്രൺ. 3Dയിലൊക്കെ വരുന്നതാണ് ടെട്രാഹെഡ്രൺ ഒക്കെ വരുന്നത്. Fractional parts of the smallest division of the main scale can be measured using vernier scale. മെയിൻ സ്കെയിലിൻ്റെ സ്മോളസ്റ്റ് ഡിവിഷൻ അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്സൊക്കെ നമ്മൾ വെർനിയർ സ്കെയിൽ യൂസ് ചെയ്താണ് മെഷർ. നമുക്ക് വെർനിയർ സ്കെയിലൊക്കെ ആയിട്ട് ചെറിയ ഇതാണ്. അപ്പം ഫ്രാക്ഷണൽ പാർട്സൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വെർനിയർ സ്കെയിലാണ്. The mnemonic projection is a perspective projection upon a tangent plane. The projected lines radiating from the center of the sphere. അപ്പോൾ mnemonic projection എന്ന് പറഞ്ഞാൽ ഒരു പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ആണ്. അതിൽ പ്രൊജക്ഷൻ ലൈൻസ് റേഡിയേറ്റ് ചെയ്യുന്ന സെൻറ്റർ ഓഫ് ദ സ്പിയറിൻ്റെ സെൻറ്ററിൽ നിന്നാണ് പ്രൊജക്റ്റിംഗ് ലൈൻസ് ഒക്കെ റേഡിയേറ്റ് ചെയ്യുന്നത്. കൺവെൻഷണൽ സൈൻസ് ആൻഡ് സിമ്പിൾസ് ആർ ഇൻ കോൺസ്റ്റൻറ്റ് യൂസ് ഓൺ സ്മോൾ സ്കെയിൽ ഡ്രോയിങ്. നമ്മൾ സ്മോൾ സ്കെയിൽ ഡ്രോയിങ്ങിലാണ് നമ്മൾ കൺവെൻഷണൽ സൈൻസും സിമ്പിൾസൊക്കെ കോൺസ്റ്റൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലെങ്ത് ഓഫ് ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഇൻ ദ റേഷ്യോ ഓഫ് 1:1. നമ്മൾ ടാൻജൻസ് വരയ്ക്കുന്നത് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലോട്ട് ടാൻജൻസ് വരയ്ക്കുന്ന ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. Isometric view will be 122.5% larger than the isometric projection. Isometric view ആയിരിക്കും ഐസോമെട്രിക് പ്രൊജക്ഷനേക്കാളും കൂടുതൽ. ഈ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത് 122.5% ലാർജർ ആയിരിക്കും. ഐസോമെട്രിക് പ്രൊജക്ഷനേക്കാളും ലാർജർ ആയിരിക്കും ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. The length of standard 45° set square is 20 cm. നമ്മൾ സെറ്റ് സ്ക്വയറിനെ പറ്റി പറയുന്നുണ്ട്. സെറ്റ് സ്ക്വയറും ഒരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഈ സെറ്റ് സ്ക്വയറിൻ്റെ 45° സെറ്റ് സ്ക്വയർ ഉണ്ട്, 30-60° സെറ്റ് സ്ക്വയർ ഉണ്ട്. അല്ലെ 45° സെറ്റ് സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 cm, 30-60 സെറ്റ് സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 25 cm ആണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ 45°യും 30-60ൻ്റെയൊക്കെ. 20 ആണ് 45°യുടേതും 30-60 സെറ്റ് സ്ക്വയറിൻ്റെ നമ്മൾ 25 cm ആണ് ലെങ്ത് പറയുന്നത്. ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ ഓഫ് ആരോ ഹെഡ്സ് ഈസ് 3:1. ഒരു ആരോ ഹെഡിൻ്റെ ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് 3:1. ശ്രദ്ധിക്കുക, ലെങ്ത് ടു വിഡ്ത്താണ് 3:1. ലെങ്ത് ആയിരിക്കും കൂടുതൽ, അപ്പോൾ 3:1. സൈസ് ഓഫ് ലെറ്ററിംഗ് ഫോർ സബ് ടൈറ്റിൽ ആൻഡ് ഹെഡിങ് ഇൻ mm ഈസ് 3 to 6 mm. അതായത് സബ് ടൈറ്റിലിൻ്റെയും ഹെഡിൻ്റെയൊക്കെ ആ ഒരു ലെറ്ററിംഗ് സൈസ് എന്ന് പറയുന്നത് 3 to 6 mm ആയിരിക്കും. The sum of deflection angle of a polygon is equal to 360°. ഡിഫ്ലക്ഷൻ ഏത് പോളിഗൺ എടുത്താൽ ഡിഫ്ലക്ഷൻ ആംഗിൾ സം എന്ന് പറയുന്നത് 360° ആയിരിക്കും. ദ ആംഗിൾ ഓഫ് മിഡൽ ലൈൻ ഈസ് 45°. അതും ഇമ്പോർട്ടൻ്റ് ആണ്. മിഡൽ ലൈൻ ആംഗിൾ 45°. അതുപോലെ തന്നെ ഈ പോളിഗണിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിളിലെ സമ്മം 360. അതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ റൈറ്റ് സർക്കുലർ കോൺ ഈസ് എ സോളിഡ് ജനറേറ്റഡ് ബൈ ദ റെവല്യൂഷൻ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അബൌട്ട് വൺ ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ് വിച്ച് ഈസ് ഫിക്സ്ഡ്. അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സൈഡ് പെർപെൻഡിക്കുലർ സൈഡ്, അത് അതിന് റൈറ്റ് ആംഗിളിലായിട്ട് റെവല്യൂഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സോളിഡാണ് റൈറ്റ് സർക്കുലർ കോൺ. അതായത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ സൈഡിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സോളിഡാണ് റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറയുന്നത്. സർക്കിൾസ് വിത്ത് ഇൻ എ സർക്കിൾ ബട്ട് വിത്ത് ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ആർ കോൾഡ് എക്സെൻട്രിക് സർക്കിൾ. അതായത് സർക്കിൾസ് ഒരു സർക്കിളിനകത്തുള്ള സർക്കിൾസ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ സെൻറ്റേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സർക്കിളിനാണ് എക്സെൻട്രിക് സർക്കിൾ എന്ന് പറയുന്നത്. For a given velocity of projection, the range is maximum when the angle of projection is 45°. നമ്മൾ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45° ആകുമ്പോൾ മാത്രമാണ് ആ ഒരു റേഞ്ച് മാക്സിമം ഉണ്ടാവുന്നത് ഒരു പ്രൊജക്റ്റിൽ. ഇത് കൂടുതൽ മെക്കാനിക്സിലാണ് കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുന്നത്. അപ്പോൾ മെക്കാനിക്സിൻ്റെ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് ഡിസ്കസ് ചെയ്യാം. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സർഫസ് ഓഫ് എ ക്യൂബ് കൺസിസ്റ്റ് ഓഫ് 6 equal സ്ക്വയർ. ഒരു ക്യൂബിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 6 equal സ്ക്വയർ ആണ്. ഈച്ച് ഡിഫ്ലക്ഷൻ ആംഗിൾ ഓഫ് പെൻറ്റഗൺ ഈസ് ഈക്വൽ ടു 72°. നമ്മൾ നേരത്തെ ഡിഫ്ലക്ഷൻ ആംഗിൾ സമ്മ പഠിച്ചു 360 ആണെന്ന്. അപ്പോൾ അതിൽ ഇപ്പോൾ ഏത് നമ്മൾ പോളിഗൺ എടുത്താലും അതിൻ്റെ ഓരോ ഡിഫ്ലക്ഷൻ ആംഗിളും എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ആ 360 നമുക്ക് എത്ര സൈഡ് ഉണ്ടോ, നമ്പർ ഓഫ് സൈഡ്സ്, നമ്മൾ പെൻറ്റഗണിൻ്റെ 5 സൈഡാണ്, അപ്പോൾ 360 ആണ് സമ്മ് 360. ഇപ്പോൾ 360 ഡിവൈഡഡ് ബൈ ഏത് സൈഡാണ്, എത്ര സൈഡുള്ള പോളിഗണാണ് നമ്മൾ പറയാൻ നോക്കുക. ഇവിടെ പെൻറ്റഗണാണ്, പെൻറ്റഗണിൻ്റെ സൈഡ് 5 ആണ്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ കിട്ടും 72°. അങ്ങനെയാണ് ഓരോ ഡിഫ്ലക്ഷൻ ആംഗിളും എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതുപോലെ ഹെക്സഗൺ ആണെങ്കിൽ 360 ഡിവൈഡഡ് ബൈ 6 അത് ചെയ്യുമ്പോൾ ഹെക്സഗണിൻ്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ കിട്ടും. ദ ആംഗിൾ വിച്ച് ആർ ലൈയിങ് ഓൺ ഏതർ സൈഡ് ഓഫ് എ ലൈൻ ഈസ് കോൾഡ് അഡ്ജസൻറ്റ് ആംഗിൾ. നമ്മൾ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ലൈ ചെയ്യുന്ന ആ ഒരു ആംഗിളിനെയാണ് അഡ്ജസൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത്.
ബൈ ദ കോമ്പിനേഷൻ ഓഫ് സെറ്റ് സ്ക്വയർസ് വി ക്യാൻ ക്രിയേറ്റ്സ് മൾട്ടിപ്പിൾ ഓഫ് 50 ഡിഗ്രി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ കോമ്പിനേഷൻ വെച്ച് നമുക്ക് 15ൻ്റെ മൾട്ടിപ്പിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. The true shape of an object with inclined surfaces can only be represented by an auxiliary view. ഒരു ഒബ്ജക്റ്റിൻ്റെ ട്രൂ ഷേപ്പ്, അത് ഇൻക്ലൈൻഡ് സർഫസ് ഉള്ള അത് ട്രൂ ഷേപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓക്സിലറി വ്യൂവിൽ ആയിരിക്കും. വെൻ എ പ്രിസം റെസ്റ്റ് വിത്ത് ഇറ്റ്സ് ബേസ് ഓൺ HP, ടോപ്പ് വ്യൂ ഷുഡ് ബി ഡ്രോൺ ഫസ്റ്റ്. നമ്മൾ ഒരു പ്രിസം HP ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആയിരിക്കും. അടുത്ത് കാണുന്നത് ടി സ്ക്വയർ. ഞാൻ പറയും ടി സ്ക്വയറിൻ്റെ ഡെസിഗ്നേഷൻ അതിൻ്റെ ബ്ലേഡ് ലെങ്ത്. നമ്മൾ ബ്ലേഡ് ലെങ്ത് വെച്ചാണ് ടി സ്ക്വയർ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ടി സ്ക്വയറിൻ്റെ ബ്ലേഡ് ലെങ്തും ഡെസിഗ്നേഷനും പറയുന്നുണ്ട് T0, T1, T2, T3. അപ്പം T0 ടി സ്ക്വയർ യൂസ് ചെയ്യുന്നത് A0 ഷീറ്റിലും, T1 A1, T2 A2, T3 A3 അങ്ങനെയാണ് പോകുന്നത്. ഇതിൻ്റെ ബ്ലേഡ് ലെങ്ത് നോക്കുക. T0ക്ക് 1500, T1 1000, T2 700, T3 500 mm-ലായിരിക്കും. ഇതെല്ലാം mm-ലായിരിക്കും. ഇത് പഠിക്കാൻ സിമ്പിളാണ്. നമ്മൾ ഡ്രോയിങ് ബോർഡിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1500/1000, 1000/700 അങ്ങനെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതിൽ ആ ഫസ്റ്റ് നമ്മൾ പറയുന്ന ആ ഒരു വാല്യൂസ് മാത്രമാണ് ഇതിൽ വരുന്നത്, ടി സ്ക്വയറിൽ വരുന്നത്. പഠിക്കാൻ സിമ്പിളാണ്. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഡ്രോയിങ് ബോർഡിൽ നമ്മൾ ±25 mm തിക്നെസ് ഒക്കെ പോലെ ±50 mm തിക്നെസ് അതും കൂടെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടില്ല. ഇതിൽ ടി സ്ക്വയറിൻ്റെ വരുന്നത് T0ക്കും T1നും ±10 ആണ് വരുന്നത്. T2ഉം T3യും ±5 ആണ് വരുന്നത്. അതും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അത് പിക്ചറിൽ ഇല്ല. T0ക്കും T1നും ±10, അതിൻ്റെ തിക്നെസ് ആണ് പറയുന്നത്, ±10 mm. T2നും T3ക്കും ±5 mm ആണ്. അപ്പം ഇത്രയാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ സിലബസിലൊക്കെ കാണുന്നത്. ആ ഒരു പോർഷനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 300+ ക്വസ്റ്റ്യൻസ്, 300+ വൺ വേർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യനായിട്ട് വന്ന കാര്യം വൺ വേർഡായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ. അപ്പോൾ എല്ലാം പഠിക്കാൻ നമുക്ക് ഉറപ്പായിട്ടും ഈ പോർഷനിൽ ഒരു 10 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.